നമസ്കാരം കുട്ടികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ ചിരിയും ചിന്തയും എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമായ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ രോഗത്തെ ചിരിയിലൂടെ അതിജീവിച്ചതായിട്ടുള്ള ആ ഒരു അനുഭവക്കുറിപ്പുകൾ നമ്മളെടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചിരിയിലൂടെ രോഗത്തെ അതിജീവിച്ചതായിട്ടുള്ള ആ ഒരു കാര്യത്തെ പ്രശംസിച്ചുകൊണ്ട് ഇന്നസെൻറ്റിന് തയ്യാറാക്കാവുന്നതായിട്ടുള്ള ഒരു കത്ത് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സഞ്ജയൻ്റെ വരികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നസെൻറ്റിൻ്റെ ഈ ഒരു അനുഭവത്തെ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു നിർത്തി, പലപ്പോഴും നമ്മളെ കാണുവാനായിട്ട് നമ്മുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ, രോഗാവസ്ഥയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പലതരത്തിലുള്ളതായിട്ടുള്ള സഹതാപ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിന് യോജിക്കാത്തതായിട്ടുള്ള ചോദ്യങ്ങളോ ഉന്നയിക്കാനായിട്ട് സാധ്യതയുണ്ടല്ലേ. പലപ്പോഴും അവരുടെ ആ ഒരു അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ അഹങ്കാരം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അത്തരത്തിലുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ അതിന് യോജിക്കാത്തതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ചോദിക്കാറുള്ളതല്ലേ. അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ചിരിയിലൂടെ അദ്ദേഹം മറികടന്നത് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള അനുഭവക്കുറിപ്പാണ് ഇവിടെ അടുത്ത ഭാഗത്തായിട്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ദയനീയമായ മുഖവുമായി നിൽപ്പു തുടങ്ങി. സഹതാപ വാക്കുകൾ പറഞ്ഞു. സമാനമായ രോഗാവസ്ഥയിലുള്ളവരുടെ കഥകൾ കെട്ടഴിച്ചു. ഏതു രോഗിയും ഇതിനെയൊക്കെ നേരിട്ടേ പറ്റൂ. എല്ലാം കേട്ട് ഞാൻ കിടന്നു. നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നൊക്കെയുള്ളതായിട്ടുള്ള പ്രതീക്ഷകളുമായിട്ട് ഇരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള രോഗം വന്നവരുടെയും അതിലൂടെ ആ രോഗം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയത് എന്നൊക്കെയുള്ളതായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ വന്നു ചേർന്നൂലോ എന്നുള്ളതായിട്ടുള്ള സഹതാപ വാക്കുകൾ, അതൊക്കെ വെറും നാട്യങ്ങൾ മാത്രമായിട്ട് മാറുന്നതായിട്ടുള്ള കാഴ്ചകൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലും നേരിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇവിടെയും അത് ആ രോഗിയെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളതായിട്ടുള്ള കെട്ടഴിച്ചു വിടുന്നതായിട്ടുള്ള കഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ഈ സന്ദർശകരായിട്ട് വരുന്നതായിട്ടുള്ള കൂട്ടർ ചിന്തിക്കുക പോലും ചെയ്യാറില്ല. ദയനീയമായ മുഖവുമായി നിൽപ്പു തുടങ്ങി. സഹതാപ വാക്കുകൾ പറഞ്ഞു. സമാനമായ രോഗാവസ്ഥയിൽ വന്നു ചേർന്നവരെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള കഥകളൊക്കെ കെട്ടഴിച്ചു. ഇതൊക്കെ നമ്മൾ കേട്ട് കിടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ, ആ ഒരു സമയത്ത് തിരിച്ചൊന്നും നമുക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള സമയത്ത് ഒരിക്കലും പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ പലപ്പോഴും ആരും തന്നെ അവരുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെ അഹങ്കാരത്തിൽ ഇതൊന്നും തന്നെ ചിന്തിക്കാറില്ല. ക്യാൻസർ എൻ്റെ ശരീരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട സമയത്ത് തന്നെയാണ് ഇരിങ്ങാലക്കുടയിലെ പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ വന്നത്. നാടിനാകെയുള്ള ഉത്സവകാലമാണിത്. വീടുകൾ എല്ലാം വിളക്കുകൾ അണിയും. ബന്ധുക്കളെ കൊണ്ടും വിരുന്നുകാരെ കൊണ്ടും നിറയും. എന്നാൽ ഇങ്ങനെ അസുഖമായി കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ ആഘോഷമൊന്നും വേണ്ട എന്ന് ആലീസ് പറഞ്ഞു. മനസ്സാകെ മൂടിക്കെട്ടി നിൽക്കുമ്പോൾ ആഘോഷങ്ങൾക്കൊന്നും തോന്നില്ല. എങ്കിലും ഞാൻ വൈകുന്നേരങ്ങളിൽ പതുക്കെ നടന്ന് ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കും. ആൾക്കാർ അങ്ങനെ ഒഴുകുന്നത് കാണാം. കഴിഞ്ഞ വർഷം വരെ ഞാനും ആ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ അതാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. അങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു വഴിപോക്കൻ ചോദിച്ചു, എന്താ ഇന്നസെൻ്റ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ? പെരുന്നാളിൻ്റെ വെളിച്ചവും ബഹളവും ഒന്നുമില്ലാതെ. ഇല്ല, മരിച്ചിട്ടില്ല. അടുത്ത കൊല്ലം മരിക്കണേൻ്റെ റിഹേഴ്സലാ. ഞാൻ സിനിമാ നടനല്ലേ. ഞങ്ങൾ ഏതു രംഗം ഷൂട്ട് ചെയ്യണതിൻ്റെയും മുൻപേ ഒരു റിഹേഴ്സൽ എടുക്കും. മനസ്സിനക്കരെ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ ഞാൻ മരിച്ചു കിടക്കുന്ന ഒരു രംഗമുണ്ട്. 6 തവണയാണ് അതിൻ്റെ റിഹേഴ്സൽ എടുത്തത്. എന്നിട്ടാണ് ഷോട്ട് ഓക്കെ ആയത്. അതുപോലെ ഇത് അടുത്ത വർഷത്തെ വാലായ്മയ്ക്കുള്ള റിഹേഴ്സലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം മൂർച്ഛിച്ചതായിട്ടുള്ള ആ ഒരു സമയത്തായിരുന്നു ഇരിങ്ങാലക്കുടയിലെ പ്രസിദ്ധമായിട്ടുള്ള പിണ്ടിപ്പെരുന്നാളും വന്നത്. അന്ന് എല്ലാവരും എല്ലാ നാട്ടിലും എല്ലാ വീടുകളിലും ഒക്കെ നിറയെ വെളിച്ചും വിരുന്നുകാരും ഒക്കെ വന്ന് നിറയുന്നതായിട്ടുള്ള
ഒരു വളരെ ഒരു ഉത്സവ ആഘോഷമാണ് അല്ലേ. പക്ഷേ എല്ലാ തവണയും ആ ഒരു ആഘോഷത്തിൽ താനും പങ്കാളിയാകാറുണ്ട്. തൻ്റെ വീടും വെളിച്ചം കൊണ്ടും വിരുന്നുകാരെ കൊണ്ടും നിറയാറുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ഭാര്യ എന്ത് തീരുമാനിച്ചു, അധികം ആഘോഷമൊന്നും വേണ്ട, ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അധികം ആഘോഷമൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത്തരത്തിലുള്ളതായിട്ടുള്ള വെളിച്ചോ വിരുന്നുകാരെ കൊണ്ടുള്ളതായിട്ടുള്ള ആഘോഷമോ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ മനസ്സിൽ ഈ ഒരു രോഗം വന്നതിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമതകളും വേദനകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു പെരുന്നാൾ കടന്നു പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയുള്ളതായിട്ടുള്ള വിഷമത്തോട് കൂടിയിട്ട് ഗേറ്റിൻ്റെ അടുത്ത് പോയി നിന്ന് ആളുകളുടെ ബഹളം ഒക്കെ നോക്കി നിൽക്കാറുണ്ട് അദ്ദേഹം ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും. കാരണം കഴിഞ്ഞ വർഷം വരെ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരാൾ തന്നെയായിരുന്നു ഞാനും എന്നുള്ളതായിട്ടുള്ള ആ ഒരു ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ട് ആ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് അതുവഴി കടന്നു പോയതായിട്ടുള്ള നാട്ടുകാരനായിട്ടുള്ള ഒരു വഴിപോക്കൻ്റെ ചോദ്യമാണ്. അതും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ അഹങ്കാരം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അയാൾക്കറിയാം ഇദ്ദേഹത്തിന് ഈ ഒരു അസുഖം വന്നതായിട്ടുള്ള കാര്യം അറിയാം. എന്നിട്ട് തന്നെയാണ് മനസ്സിനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ആ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ലേ. എന്തായിരുന്നു ചോദ്യം? എന്താ ഇന്നസെൻ്റ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ, പെരുന്നാളിൻ്റെ വെളിച്ചവും ബഹളവും ഒന്നുമില്ലാതെ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള മറുപടി ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ചിരിയുടെ സെല്ലുകൾ ആയിരുന്നു അദ്ദേഹം എപ്പോഴും തുറന്നു വെക്കാനായിട്ട് ശ്രമിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേ രീതിയിൽ ആ ചിരിയുടെ രീതിയിൽ തന്നെയുള്ളതായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം, ഉചിതമായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തത് അല്ലേ. എന്തായിരുന്നു? ഇല്ല, മരിച്ചിട്ടില്ല, അടുത്ത കൊല്ലം മരിക്കണേൻ്റെ ഒരു റിഹേഴ്സൽ എടുത്തതാ. കാരണം ഞങ്ങൾ സിനിമാ നടന്മാർ ഒരുപാട് തവണ റിഹേഴ്സൽ എടുത്തതിന് ശേഷമാണ് ഷോട്ട് ഓക്കെ ആക്കാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനസ്സിനക്കരെ എന്ന് പറഞ്ഞതായിട്ടുള്ള സിനിമയിൽ ഞാൻ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സീൻ എടുക്കാനായിട്ട് 6-7 തവണ റിഹേഴ്സൽ എടുത്തതിന് ശേഷമാണ് അവസാനം ഷോട്ട് ഓക്കെ ആയത്. അതുപോലെ ഒരു റിഹേഴ്സലാണ് ഞങ്ങളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം വരാൻ പോകുന്നതായിട്ടുള്ള വാലായ്മയുടെ റിഹേഴ്സൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ളൊരു മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിരിക്കണോ കരയണോ എന്ന് സംശയമായി. അത് കേട്ട് അയാൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നു. ഈ കാര്യം ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു. മമ്മൂട്ടി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ ബലിതങ്ങളിലും ഒക്കെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ആദ്യം ചിരിയാണ് വരിക, പക്ഷേ അതിന് പിന്നിലുള്ളതായിട്ടുള്ള ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ആശയങ്ങളാണ് ഉള്ളത് എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യം നടന്നതിനെ കുറിച്ചിട്ട് മമ്മൂട്ടിയോട് ഫോൺ വിളിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു തക്ക മറുപടി കൊടുത്തത് കേട്ടിട്ട് മമ്മൂട്ടി ആദ്യം ചിരിച്ചു. പക്ഷേ ആ മമ്മൂട്ടിയോട് ഇന്നസെൻ്റ് ചോദിക്കുകയാണ്, എന്ത് രോഗസമയത്തും ഞാൻ ചിരി വിടാതെ കൊണ്ടു നടക്കുന്നതിനെ പ്രശംസിച്ചു. ഫോൺ വയ്ക്കുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചു, മമ്മൂട്ടി, ഞാനൊരു ചെറിയ നടനാണ്, എനിക്ക് ഒരുപാട് റിഹേഴ്സലൊക്കെ എടുക്കേണ്ടി വരും. നിങ്ങൾ ഭാരത് അവാർഡൊക്കെ കിട്ടിയ വലിയ നടനല്ലേ, നിങ്ങളുടെ കാര്യത്തിൽ ഈ വാലായ്മ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആകുമോ? റിഹേഴ്സൽ ഒന്നുമില്ലാതെ തന്നെ. അതുവരെ പൊട്ടിച്ചിരിച്ച മമ്മൂട്ടി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഒരു സഹനടനായിട്ടാണ് പലപ്പോഴും ഇന്നസെൻറ്റിനെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് അങ്ങോട്ട് പറയുന്നതും അത് തന്നെയാണ്. ഞാനൊരു ചെറിയ നടനാണ്, എനിക്ക് ഒരുപാട് റിഹേഴ്സലൊക്കെ വേണ്ടി വരും ഈ ഒരു വാലായ്മ എടുക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ ഭാരത് അവാർഡൊക്കെ നേടിയതായിട്ടുള്ള വലിയ നടനല്ലേ, അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഈ വാലായ്മ റിഹേഴ്സൽ ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആകുമോ എന്നുള്ള മമ്മൂട്ടിയുടെ കൂടിയിട്ട് ജീവിതത്തിലേക്ക് ഒരു ഹാസ്യത്തിൻ്റെ മേമ്പൊടി എറിഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ മമ്മൂട്ടി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ്, നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അതൊന്നും എന്തല്ലാതായി മാറുക, ഒരു ചിരിയിൽ ഒതുക്കാവുന്നതായിട്ടുള്ളത് അല്ലാതായിട്ട് തീരുക അല്ലേ. ആദ്യമേ നമുക്ക് ചിരിച്ച് തള്ളാവാനായിട്ട് സാധിക്കും, പക്ഷേ
നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ചിരിയല്ല. വാലായ്മയുടെ റിഹേഴ്സൽ എടുക്കാതെ തന്നെ ഒറ്റ ടേക്കിൽ ഓക്കെ ആകുന്നതായിട്ടുള്ള ആ ഒരു വാലായ്മ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവനവൻ്റേതായിട്ട് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിരിക്കാനുള്ള അംശമല്ല. അതുകൊണ്ട് തന്നെയാണ് ഒന്നും മിണ്ടാതെ ഉടനെ തന്നെ മമ്മൂട്ടി ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിലെ ചോദ്യഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. എന്താ ഇന്നസെൻ്റ്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ? പെരുന്നാളിൻ്റെ വെളിച്ചവും ബഹളവും ഒന്നുമില്ലാതെ വഴിപോക്കൻ്റെ ഈ ചോദ്യത്തിന് ഇന്നസെൻറ്റിൻ്റെ മറുപടി എന്തായിരുന്നു? ഇന്നസെൻ്റ് കൊടുത്തതായിട്ടുള്ള മറുപടി എന്തായിരുന്നു? ഇല്ല, മരിച്ചിട്ടില്ല. മരിക്കണതിന് മുന്നുള്ള ഒരു റിഹേഴ്സൽ എടുത്തതാണ്. ഞങ്ങൾ നടന്മാർ അങ്ങനെയാണ്, ഒരു ടേക്കിലൊന്നും എടുക്കാറില്ല. ഒരുപാട് തവണ റിഹേഴ്സൽ എടുത്തതിന് ശേഷമേ ഞങ്ങളുടെ സീന് ടേക്ക് ഓക്കെ ആവാറുള്ളൂ. മനസ്സിനക്കര എന്നുള്ളതായിട്ടുള്ള സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ഒരു ടേക്ക് എടുത്തതിന് മുൻപ് ഒരുപാട് തവണ റിഹേഴ്സൽ എടുത്തതിന് ശേഷമാണ് ആ ടേക്ക് ഓക്കെ ആയത്. അതുപോലെ അടുത്ത വർഷത്തെ വാലായ്മയ്ക്കുള്ളൊരു റിഹേഴ്സലാണ് ഇപ്പോൾ നടത്താം എന്ന് വിചാരിച്ചത് എന്ന് ഒരു തക്കതായ മറുപടി തന്നെ ഹാസ്യത്തിലൂടെ തന്നെ അദ്ദേഹത്തിന് നൽകി. കാരണം അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാണ് എന്നുള്ളതായിട്ടുള്ള കാര്യം ഓർക്കാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചോദ്യം. അറിഞ്ഞുകൊണ്ട് തന്നെ, ഓർക്കാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെയുള്ളതായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പറ്റിയതായിട്ടുള്ള ഒരു മറുപടി തന്നെ ആ വഴിപോക്കന് നൽകുന്നതായിട്ടുള്ള, ചിരിയിലൂടെ തന്നെ നൽകുന്നതായിട്ടുള്ള ഇന്നസെൻറ്റിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുവരെ പൊട്ടിച്ചിരിച്ച മമ്മൂട്ടി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. കാരണം എന്തായിരിക്കാം? ആദ്യം കേൾക്കുമ്പോൾ അതൊരു ശരിയായിട്ട് പറഞ്ഞു തള്ളാം. പക്ഷെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് ആ ഒരു ചോദ്യം എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര ചിരിക്കാനായിട്ട് സുഖകരമായി കൊള്ളണമെന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചൊന്നും പറയാതെ മമ്മൂട്ടി വേഗം ഫോൺ കട്ട് ചെയ്തത്. ഇന്നസെന്റിന്റെ രോഗാവസ്ഥ അദ്ദേഹത്തിലും ഭാര്യ ആലീസിലും ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ തൻ്റെ തളർച്ച, വേദന ഒക്കെ തൻ്റെ കുടുംബാംഗങ്ങളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചിരിയിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനുള്ളതായിട്ടുള്ള ശ്രമം ഇന്നസെന്റ് നടത്തുന്നത് അല്ലേ. എന്നാൽ വീട്ടുകാർ ഈ ഒരു അവസ്ഥയിലാണല്ലോ ഇരിക്കുന്നത്, അത് കാരണം കൊണ്ട് അധികം ആഘോഷങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഘോഷിക്കാനായിട്ടുള്ള ഒരു കാലം വന്നു ചേരും എന്നൊരു ചിന്തയോടു കൂടി തന്നെയാണ് ഇരിങ്ങാലക്കുട പിണ്ടിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ആഘോഷമൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്നസെന്റ് എല്ലാം ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടണം എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിലും ആ ഒരു ചിരി കണ്ടെത്തിയ, സന്തോഷം കണ്ടെത്തിയ, എല്ലാത്തിലും ആ ഒരു സന്തോഷത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്, ചിരിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇന്നസെന്റിൽ കാണാം. പക്ഷേ ഇന്നസെന്റ് ഒന്ന് തളർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തളർന്നു പോകുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് ആലീസിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അവർ വളരെയേറെ ആ ഒരു രോഗത്തെ ഭയപ്പെട്ടിരുന്നു, അത് ആ ഒരു ഭയത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു നോക്കി കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും എഴുതി വയ്ക്കാം.